അപ്പോൾ പ്രാവ് വളർത്തുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പ്രാവ് വളർത്തുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ആ ഒരു തീറ്റപാത്രങ്ങളുണ്ടല്ലോ, അത് നമുക്ക് മാർക്കറ്റിൽ ഒരു 50 രൂപ മുതൽ ഒരു 150 രൂപ വരെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഒരു 120 രൂപ റേഞ്ചിൽ വരുന്ന ഒരു തീറ്റപാത്രം ഉണ്ട്. ആ ഒരു മോഡലിൽ നമ്മളൊന്ന് 20 രൂപക്ക്, വെറും 20 രൂപക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. സംഭവം അടിപൊളി സാധനമാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുക. വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് മറ്റേ പാത്രത്തിനേക്കാളും ഉപകാരമായിട്ടുള്ള ഒരു പാത്രം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതൊക്കെ നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള പാത്രം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മുടെ വീട്, ഗാർഡൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന നെറ്റിൽ ലോക്ക് ചെയ്തിട്ട് ചെടികളൊക്കെ വെക്കുന്ന ഈ ഒരു പാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ തന്നെ നമുക്ക് അടിപൊളി ഒരു തീറ്റപാത്രം ഉണ്ടാക്കാൻ പറ്റും, ഒരു ഫീഡർ. അപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ പ്രാവിൻ്റെ തലയിടാൻ പാകത്തിനൊരു ഹോള് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് എടുക്കണം. അപ്പോൾ ആ ഹോള് നമുക്ക് നമ്മുടെ പ്രാവിനനുസരിച്ചിട്ട്, അതായത് ഫാൻസി പ്രാവുകളൊക്കെ ആകുമ്പോൾ കുറച്ച് വലുത് വേണ്ടി വരും, അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടൊരു ഹോള് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മാർക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ടും കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ സോൾഡറിങ് അയൺ വെച്ചിട്ട് ആദ്യം എല്ലാ എഡ്ജിലും ഒന്ന് ഹോൾ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ഹോൾ ഇട്ടെടുത്തിട്ട് മുഴുവനായിട്ടും കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ഒരുപാട് കാലം കേടുവരാതെ നടക്കും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫീഡ് നമ്മൾ ഇട്ടുകൊടുക്കുന്ന തീറ്റ ഒരു തുള്ളി പോലും, ഒരിത്തിരി പോലും നമുക്ക് വേസ്റ്റ് ആവാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉപകാരം. അപ്പോൾ പൊതുവെ എല്ലാവരും എന്താ പറയുക ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെ ആയിരിക്കും ഈ തീറ്റ വേസ്റ്റായി പോവുക, അതുപോലെ കൊത്തിത്തെറിപ്പിച്ചിട്ട് ഉറുമ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫീഡർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ ഒരു പീസ് ഒഴിവാക്കിയെടുക്കാം. ഇനി നമുക്ക് ആ എഡ്ജിലും കാര്യങ്ങളിലൊക്കെ വരുന്ന ആ ഒരു കണ്ടില്ലേ, അങ്ങനെ കട്ട് ചെയ്തപ്പോൾ വന്ന സംഭവം അത് നമുക്കെടുത്ത് ഒഴിവാക്കണം. അല്ലെങ്കിൽ പ്രാവിന് ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കഴുത്തിലൊക്കെ തട്ടി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതേപോലെ അത് ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായി പോരും. അപ്പോൾ ഇതേപോലെ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വൃത്തി ഉണ്ടാവും നമ്മളെ ഫീഡർ കാണുമ്പോൾ, അത് ഉള്ളിലും പുറത്തും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആ എഡ്ജൊന്ന് ഫിനിഷിങ് വരാനായിട്ട് നമ്മളിവിടെ സോൾഡറിങ് അയൺ വെച്ചിട്ട് തന്നെ ആ എഡ്ജൊക്കെ ഒന്ന് ചൂടായി കൊടുക്കുമ്പോൾ ഒന്ന് ഫിനിഷിങ് വരുത്തുന്നുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് ഫിനിഷിങ് കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവ് തല ഉള്ളിക്കിടുമ്പോൾ ചിലപ്പോൾ ആ ഒരു എഡ്ജ് കൊണ്ടുകഴിഞ്ഞാൽ മുറിയാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും വൃത്തിയും കിട്ടും നമ്മുടെ ആ ഫീഡറിന്. അപ്പോൾ നമുക്ക് ഏകദേശം അത് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എഡ്ജും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ല, ആ ഒരു റഫായ ഭാഗമൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉള്ളിലും അതേപോലെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ഒരു ഫീഡറിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഈ അടിഭാഗത്ത് കണ്ടില്ലേ ഹോള്, നിറച്ച് ഹോളുണ്ട്. അപ്പോൾ അത് ചെടി വെക്കാനാവുകൊണ്ട് തന്നെ ആ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ആ ഹോളുകൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് അതൊരു ചേഞ്ച് വരുത്തണം. അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ നെറ്റിൽ ലോക്ക് ചെയ്യുന്ന ആ ഒരു അത് നമുക്കൊന്ന് വീതി കുറക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിൽ ചിലപ്പോൾ ഇത് ലോക്കായിന്ന് വരില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ് ചിലപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് വീതി കുറച്ച് കൊടുത്താൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം.
കണ്ടില്ലേ, ഈ ഒരു നെറ്റാണ് നമ്മൾ കൂട് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീഡ് കറക്റ്റായി ലോക്കാവില്ല. കാരണം കണ്ടില്ലേ, ആ ലോക്ക് ചെയ്യുന്ന സാധനം കുറച്ച് വീതി കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു 2 കാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് വീതി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറും. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ അടിഭാഗത്ത് കണ്ടില്ലേ, നിറച്ച് ഹോളുകളുണ്ട്. നമ്മളെ ഈ ഒരു ഫീഡറിന് ഹോള് പാടില്ല, കാരണം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫുഡൊക്കെ താഴേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ചട്ട ഒരു കറക്റ്റ് അതിന് സൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഇവിടെ സോൾവായി. അപ്പോൾ നമുക്ക് എത്രയും ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് ഇതേപോലൊരു ഫീഡർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആ കാർഡ്ബോർഡ് ചട്ട കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ചട്ട അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സ്യൂട്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരിത്തിരി ടൈറ്റായി കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫീഡറിൻ്റെ വർക്ക് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കൂട്ടിൽ. നമുക്കതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നെറ്റിൽ ലോക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ. ഈ ഒരു ലെഗ് കറക്റ്റ് സ്ട്രെയിറ്റ് ആവുകൊണ്ടാണത്. അപ്പോൾ നമുക്കതൊന്ന് ലൈറ്ററോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇത്തിരി ഫ്രണ്ടേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ലെഗും ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത്രയോളം മതി, കുറച്ച് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്ര 2 കാലും ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നെറ്റിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ രണ്ടും നമുക്ക് ഇതേപോലെ ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രാവുകൾക്ക് ഫുഡ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത്ര മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച നെറ്റ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ ഈ നെറ്റിന് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലാണ് അതിൻ്റെ തല അങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഫുഡ് എടുക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമ്മുടെ ആ ഹോളിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ എങ്ങനെയാണ് ഹോൾ ഇട്ടിട്ട് ഉള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഭാഗം വരുന്നതൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. നെറ്റിൻ്റെ ആ ഒരു കട്ട് ചെയ്തതിൻ്റെ എക്സ്റ്റേഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ഉള്ളിലേക്കോ അങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫീഡറിൻ്റെ പാത്രം നമുക്ക് അതിമൊന്ന് വെച്ച് ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഫീഡ് ഇട്ടെടുക്കുകയും ചെയ്യാം, ഉള്ളിൽ നിന്നായിട്ടേക്ക് ഫുഡ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളപ്പോൾ ലോക്ക് ചെയ്തത് ഒരു കള്ളി അപ്പുറത്തേക്കാണ് വെച്ച് ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നേരെ നോക്കിയിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ 4 കൂടിനും ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനും നമ്മളെ കൂടിന് നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ തീറ്റയാവില്ല. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഈസി ആയിട്ട് ഫീഡ് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഫീഡറിൻ്റെ മെയിൻ പ്രത്യേകത. ഇത് കണ്ടില്ല, അപ്പോൾ നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മളെ പ്രാവ് വരുമ്പോൾ കഴിക്കുന്നുണ്ടോ നോക്കാം. തുടക്കത്തിൽ കയറാനൊരു ഇത്തിരി പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് സുഖമായിട്ട് തലയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിലായിട്ട് എനിക്ക് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ കണ്ടില്ല, നമുക്ക് പുറത്തുനിന്ന് ഫീഡ് ഇട്ട് കൊടുക്കാം, ഉള്ളിലേക്ക് പോവില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞൊരു തീറ്റപാത്രം ഉണ്ടാക്കാന്നുള്ളത്. എന്നാൽ നമുക്ക് മറ്റേ പാത്രങ്ങളുടെ ഉപകാരം ഉണ്ടാവും ചെയ്യും. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു വലിയൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീറ്റ കൊത്തി തെറിപ്പിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് കൂട്ടിലൊക്കെ ഇങ്ങനെ വെതറി കിടക്കൊണ്ട് ഉറുമ്പ് വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചത്തു പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഞങ്ങളാകെ 4 കൂടുന്നുള്ളത് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് ഒരുപാട് ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വില കുറഞ്ഞ് എന്തായാലും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്കൊരു അടിപൊളി വീഡിയോ ആയി വേണ്ടി വീണ്ടും കാണാം.